SJTutorialsLive. Hi friends, welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ ചെയ്ത വീഡിയോയുടെ ഒരു അടുത്ത പാർട്ടാണ് VLOOKUPനെ കുറിച്ച്. VLOOKUPന്റെ ഒരു സ്മോൾ വേർഷൻ നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. അഡ്വാൻസ്ഡ് വേർഷനാണ് ഇനിയുള്ള വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഒരു പ്രത്യേക പാർട്ട് നമ്പറോ അല്ലെങ്കിൽ ബാർകോഡോ എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുത്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, VLOOKUP ഉപയോഗിക്കുമ്പോൾ ആൽഫ ന്യൂമറിക് വാല്യൂസ്, അതായത് സാധാരണ ഉപയോഗിക്കുന്ന സംഖ്യകൾ, അതുപോലെ ആൽഫബറ്റിക് ആയിട്ടുള്ള ABCD പോലത്തുള്ള ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വെച്ച് ചോദിക്കാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി SJTutorials ലൈവിലേക്ക് സ്വാഗതം. ഈ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പാർട്ട് നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി ആൻഡ് മാനുഫാക്ചറർ, ഇങ്ങനെ 4 കോളങ്ങളാണ് ഈ ഒരു കണ്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു എക്സൽ ഷീറ്റിലുള്ളത് 2123 കണ്ടൻ്റ് ഉള്ളൊരു വലിയ എക്സൽ ഷീറ്റാണ്. ഇതിൽ നിന്നും എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു VLOOKUP നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പാർട്ട് നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈക്വൽ ടു VLOOKUP ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ കൊടുക്കൽ. അതിന് ഈ പാർട്ട് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതിനുവേണ്ടി ഞാൻ ഒരു പുതിയ ഷീറ്റ് എടുത്തു. ഷീറ്റിൽ ഒരു സൈഡിലായിട്ട് പാർട്ട് നമ്പറും ബി സെല്ലിലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തു. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്പർ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഡിസ്ക്രിപ്ഷനിൽ, ആ പാർട്ട് നമ്പറിലെ നേരെയുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണ് അതാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 സെല്ല് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് പാർട്ട് നമ്പറും ഒന്ന് ഡിസ്ക്രിപ്ഷനും. അതിന് ഞാൻ സെൻട്രൈസ് അലൈൻ ചെയ്ത് യെല്ലോ കളർ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇനി പാർട്ട് നമ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്, അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷന് വേണ്ടിയിട്ട് ഈക്വൽ ടു VLOOKUP ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഈക്വൽ ടു കുറച്ച് സൈസ് കൂട്ടിയതിന് ശേഷം ഈക്വൽ ടു VLOOKUP ഓഫ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് കൊടുത്തു. എന്നിട്ട് നമുക്കറിയാം ഈ പാർട്ട് നമ്പറാണ് നമുക്ക് കൊടുക്കുന്നതിനുള്ളത് ഇൻപുട്ടായിട്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു, കോമ. എവിടുത്തെ ഡാറ്റയാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനും ഇതാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്, പാർട്ട് നമ്പറും ഡിസ്ക്രിപ്ഷനും. ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ അടിച്ച് ഡൗൺ ആരോ അടിച്ചാൽ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ആവും. അത് കൊടുത്തു. എന്നിട്ട് കോമ. നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2ാമത്തെ കോളത്തിലാണ്, B കോളത്തിലാണ്. അതുകൊണ്ട് തന്നെ 2 എന്നാണ് കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി ആണെങ്കിൽ 3 കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ B ആയതുകൊണ്ട് തന്നെ 2 എന്ന നമ്പർ കൊടുത്തു, കോമ 0 നമ്മൾ പറഞ്ഞാണ് ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ 0 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പാർട്ട് നമ്പർ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ ഡിസ്ക്രിപ്ഷൻ ഒന്നും വരാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രാഗ് ചെയ്തു. ഫുൾ ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈ ഡിസ്ക്രിപ്ഷൻ അതുപോലെ ഡ്രാഗ് ചെയ്യുക. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത്, എത്ര ഏരിയയിൽ വേണം അത്രയും ഏരിയയിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു താൽക്കാലികമായി 25 എണ്ണം മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളിന്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 3216 112233 3216 എൻ്റർ അടിച്ചാൽ നമുക്ക് ആ ഡാറ്റ കറക്റ്റായിട്ട് കിട്ടും. അത് ഓട്ടോമാറ്റിക്കലി ലോഡായി വരും. നമുക്കറിയാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ഏതൊരു ഡാറ്റ കൊടുത്താലും വേറൊരു ഉദാഹരണം നോക്കാം. കണ്ടല്ലോ, അങ്ങനെ ഏത് ഡാറ്റ കൊടുത്താലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ കഴിയുന്നതാണ്. ഇത് നമുക്ക് സാധാരണ ഈ ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് ബാർകോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് വരുന്ന രീതിയിലാണ് ഇത് സാധാരണ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാർകോഡ് വെച്ചിട്ട് ഈ പാർട്ട് നമ്പർ സ്കാൻ ചെയ്ത് കൊടുത്താൽ ആ ബാർകോഡ് പാർട്ട് നമ്പറിനോട് ഏതാണ് മാച്ച് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ എത്ര ഡാറ്റയും നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നൊരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആവട്ടെ എന്താവട്ടെ അതിൻ്റെ ബാർകോഡ് ഇതേപോലെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക്
ക്വാണ്ടിറ്റി ബേസിൽ എന്തെങ്കിലും വേണമെങ്കിൽ മൂന്നാമത്തെ കോളത്തിലാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്കറിയാം. ആ ക്വാണ്ടിറ്റി ബേസിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ 2 എന്ന് കൊടുത്ത നമ്പറിന് പകരം 3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടൊരു സെല്ല് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി വരുത്തേണ്ടത്. അതിന് സാധാരണ ചെയ്യുന്നത് VLOOKUP എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കുക. പാർട്ട് നമ്പറാണ് നമ്മുടെ വാല്യൂ, അത് കൊടുക്കുക. സെലക്ട് ചെയ്തു കോമ. എവിടെ നിന്നാണ് ഡാറ്റ വരേണ്ടത്? ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റി അടക്കമുള്ള ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് Ctrl+Shift+Down ആരോ അടിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവും. എന്നിട്ട് കോമ കൊടുക്കുക. മൂന്നാമത്തെ പോർഷനിലാണ് നമ്മുടെ ക്വാണ്ടിറ്റി കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ C കോളത്തിലാണ്. അപ്പോൾ C കോളത്തിലായതുകൊണ്ട് നമ്മൾ (3) കൊടുക്കുക, (0) എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഏത് ഡാറ്റ കൊടുത്താലും. ഇനി പാർട്ട് നമ്പർ മാത്രം കൊടുത്താൽ ഡിസ്ക്രിപ്ഷനും അതുപോലെ ക്വാണ്ടിറ്റിയും ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഏതൊരു ഡാറ്റയും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാവുന്നതാണ്. എത്ര ഡാറ്റയും നമുക്കിങ്ങനെ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഒരു വാല്യൂ, ഒരു പാർട്ട് നമ്പർ കൊടുത്താൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും ഡിസ്ക്രിപ്ഷനും ഓട്ടോമാറ്റിക്കലി ലോഡായി വരുന്നത് കാണാം. ഒന്ന് നോക്കാം. അതുപോലെ ഈ പാർട്ട് നമ്പർ കൊടുക്കുമ്പോൾ ആൽഫ ന്യൂമറിക് വാല്യൂകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഓട്ടോമാറ്റിക്കലി ആൽഫ ന്യൂമറിക് വാല്യൂയും നമുക്കിതുപോലെ ലോഡായി വരുന്നത് കാണാം. ABCD എന്നുള്ള വാല്യൂ, അങ്ങനെ എന്ത് വാല്യൂവും നമുക്ക് പാർട്ട് നമ്പറായിട്ട് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.